എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ ലൂഫി അവനാണെങ്കിൽ ആ നേവി ഹെഡ്ക്വാർട്ടേഴ്സിനെ ലക്ഷ്യമാക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനും ജിംബയ്ക്കും ഇപ്പോ 100% ഉറപ്പാണ് ആ നേവി ഹെഡ്ക്വാർട്ടേഴ്സിൽ വലിയൊരു ബറ്റാലിയൻ ടീം തന്നെ അവരെ കാത്തു നിൽപ്പുണ്ടെന്ന്. കാരണം ഇംബിൾ ടൗൺ തകർത്തത് അവർക്ക് ഓൾറെഡി ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ സാഞ്ചിയെ കാണിക്കും. അവനാണെങ്കിൽ ആ ബ്യൂട്ടിഫുൾ വിയേഡ് ലേഡീസിനെ കണ്ട് ഉഷാറായിട്ട് ഓടുകയാണ്. അവരാണെങ്കിൽ സാഞ്ചിയെ കണ്ട സന്തോഷത്തില് അവരുടെ നിർവൃതി അത് അവനെ അറിയിക്കാനും കുത്സിത പ്രവൃത്തിയിൽ ഏർപ്പെടാനും വേണ്ടി സാഞ്ചിയെ അയർലാൻഡ് മുഴുവൻ ഇട്ട് ഓടിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത അയർലാൻഡിലെ പ്രിൻസസിന്റെ വലിയ കൊട്ടാരം കാണിക്കും. ആ കൊട്ടാരമാണെങ്കിൽ ഒരു അടിപൊളി കൊട്ടാരമാണ്. പിങ്ക് കളറില് സൂപ്പർ ഡെക്കറേഷൻ വർക്കൊക്കെ ആയിട്ട് അങ്ങനെ തലയുയർത്തി നിൽക്കുന്ന ഒരു വലിയ കൊട്ടാരം. ആ ഐലാൻഡിലുള്ള ലേഡീസ് അവര് മുഴുവൻ ഇപ്പൊ ആ പ്രിൻസസിന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം അവരുടെ പ്രശ്നങ്ങൾ ഒന്നൊന്നായിട്ട് പ്രിൻസസിനോട് പറഞ്ഞ് അവരാണെങ്കിൽ അവരുടെ പ്രയാസം ഇറക്കി വെക്കും. അതിനാവശ്യമായിട്ടുള്ള സൊല്യൂഷൻസും സജഷൻസും ഒക്കെ അവള് കൊടുക്കും. മാത്രമല്ല അവരുടെ ഐലാൻഡിലേക്ക് ഇപ്പൊ എത്തിയ സാഞ്ചിയെ കുറിച്ചും അവള് പറയും സാഞ്ചിക്കിപ്പോ അവൻ ആരാണെന്നോ അവൻ എവിടെയാണെന്നോ ഒന്നും അറിയില്ല. അവന് ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവനെ തിരികെ അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് അയക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമുക്ക് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് അതുപയോഗിച്ച് അവന് കൂടുതൽ സ്ട്രോങ് ആക്കാമെന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ സാഞ്ചി അവനാണെങ്കിൽ ഇപ്പോഴും നിർത്താതെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു കൂട്ടം പെണ്ണുങ്ങള് അവനെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. സാഞ്ചിക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടില്ല. എന്തിനായിരിക്കും ഇവര് മുഴുവൻ എന്നെ ഓടിക്കുന്നതെന്ന് ചിന്തിച്ച് അവനങ്ങനെ വണ്ടറടിച്ച് ഓടി വരും. അപ്പൊ അവന്റെ തൊട്ട് മുൻപില് നമ്മൾ മുൻപ് കണ്ട ആ ഒരു മാൻഷൻ കാണും. ആക്ച്വലി ഇവർ ഡെലിബറേറ്റ്ലി ആണ് അവനെ ഓടിച്ച് മാൻഷന്റെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത്. ആൻജി ആ മാൻഷന്റെ മുൻപിൽ എത്തേണ്ട താമസം അതിന്റെ ഡോറ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആവും. അവൻ അതിന്റെ അകത്തേക്ക് കയറും. ക്ഷണം ആ ഡോർ ക്ലോസ് ആവും. അപ്പൊ ദൂരെ ആയിട്ട് ആ മാൻഷനിൽ ഒരുപാട് ഫോട്ടോസ് ഫിക്സ് ചെയ്തതായിട്ട് കാണും. അതിന്റെ ഒത്ത നടുക്കായിട്ട് നമ്മുടെ ഇവാന്റെ ഫോട്ടോ. അതെ, നമ്മുടെ ഇവാൻ. അവൻ ഒരുപാട് കാലം ജീവിച്ച അവന്റെ ഐലാൻഡാണിത്. അവനായിരുന്നു മുൻപത്തെ ഇവിടുത്തെ പ്രിൻസസ്. ടാഞ്ചി ആണെങ്കിൽ അവന്റെ കൺമുമ്പിൽ കണ്ട ഡോറും സ്റ്റെയറും ഒക്കെ തുറന്നും കയറിയൊക്കെ ഇപ്പൊ എവിടെയോ വന്ന് വീഴും. ഞാനിപ്പോ എവിടെയാ, എനിക്ക് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞ് അവൻ ചുറ്റും നോക്കും. അപ്പൊ അവന്റെ തൊട്ട് മുന്നിലായിട്ട് ആ പ്രിൻസസ്. അവള് പറയും, വെൽക്കം മിസ്റ്റർ സാഞ്ചി, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരവും വെയിറ്റ് ചെയ്തത്. അവളെ കാണേണ്ട താമസം ഇപ്പൊ സാഞ്ചി അവൻ ഒരു സെക്കൻഡ് ഷോക്കാവും. നീ ഏതാ, ഞാനിപ്പോ എവിടെയാ, എനിക്ക് എന്താ സംഭവിച്ചെന്ന് ഒരുപാട് ചോദ്യങ്ങള് സാഞ്ചി ചോദിക്കും. അപ്പൊ ചുറ്റും ഉണ്ടായിരുന്ന ലേഡീസ് അവർ ദേഷ്യപ്പെട്ട് പറയും, അവർ ഞങ്ങളുടെ പ്രിൻസസ് ആണ്, അവർക്ക് റെസ്പെക്ട് കൊടുത്തു വേണം നീ സംസാരിക്കാൻ. ഉടനെ അവളാണെങ്കിൽ ഇപ്പൊ അവളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങും. ഇതിനു മുൻപ് ഞങ്ങളുടെ ഐലാൻഡ് ഭരിച്ചിരുന്നത് ഇവാനാണ്. അതിനുശേഷം അദ്ദേഹം എന്നെ പ്രിൻസസ് ആക്കി മാറ്റി ഇവിടുന്ന് കടന്നുപോയി. സോ എനിക്കിപ്പോ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നിന്റെ ആവശ്യം എന്താണെന്ന് എനിക്കറിയാം. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും നിനക്ക് തിരികെ നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോകണം എന്നല്ലേ? കുഴപ്പമില്ല, അതിന് നിന്നെ ഞങ്ങൾ സഹായിക്കാം. പക്ഷേ അതിനു മുൻപായിട്ട് ഇവിടെയുള്ള ആരെങ്കിലും ഒരാളെ നീ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണം. ടാഞ്ചി ആണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കില്ല. ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. അപ്പൊ ആ പ്രിൻസസ് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയും, ഞങ്ങൾ തരുന്ന കോസ്റ്റ്യൂം അതെന്താണോ അതിട്ട് വേണം നീ ഫൈറ്റ് ചെയ്യാനെന്ന് പറഞ്ഞ് ഇപ്പോ അവൻ ഫൈറ്റ് ചെയ്യാനായി ആ ഒരു ഗോതയിലേക്ക് വരാണ്. ചുറ്റും ഉണ്ടായിരുന്ന ലേഡീസ് എല്ലാം അവനെ നോക്കി ചിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ഇപ്പൊ സാഞ്ചിയെ കാണിക്കും. അവന് മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരു നൈറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് ലേഡിയാക്കി മാറ്റിയിരിക്കുകയാണ്. സാഞ്ചിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം. പക്ഷെ എങ്ങനെയെങ്കിലും ഈ ഫൈറ്റ് കംപ്ലീറ്റ് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമല്ലോ എന്നൊരു സമാധാനം അവന്റെ ഉള്ളിലുണ്ട്. അപ്പൊ കറക്റ്റ് ടൈം ആ പ്രിൻസസ് അവളിപ്പോ അവിടേക്ക് എൻട്രി കൊടുക്കും. അവളെ കാണേണ്ട താമസം കാലുമടക്കി ഇപ്പൊ സാഞ്ചി അവളെ ആഞ്ഞടിക്കും. അവളുടെ കഥ കഴിഞ്ഞു കരുതി സാഞ്ചി മുൻപിലേക്ക് നോക്കും. പക്ഷെ അവളെ ആണെങ്കിൽ അവിടെ കാണാനില്ല. അപ്പൊ അവന്റെ തൊട്ടു പുറകില് അവളങ്ങനെ ഹായായിട്ട് നിൽക്കാണ്. അവനാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ അവളിപ്പോ അവന്റെ താടിയില് ചെറുതായിട്ട് ഒന്ന് തലോടും. ആ ഒരു തലോടല് അവനങ്ങനെ പറന്നുപോയി അടിച്ചു വീഴും. അതിനുശേഷം ഇപ്പൊ സാഞ്ചിയെ പതിയെ എഴുന്നേൽപ്പിച്ച് അവനെ കൺവിൻസ് ചെയ്ത് എന്തോ ഒരു പവർ അവന് നേരെ പ്രയോഗിക്കും. ഉടനെ സാഞ്ചി ആണെങ്കിൽ പതിയെ ഇപ്പൊ അവരെ പോലെ അങ്ങനെയായി മാറുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സാഞ്ചി അവനും അവരെ പോലെ തന്നെ അല്ലെങ്കിൽ അവരിൽ ഒരാളായി മാറി ഇപ്പൊ ബീച്ചിലൂടെ ഓടി കളിക്കും.
ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ചോപ്പറിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോഴും ആ ഐലാൻഡിൽ പെട്ട് കിടക്കുകയാണ്. കൊടും കാട്ടില് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ഇടയിൽ പെട്ട് അവ കഷ്ടപ്പെടുകയാണ്. ചോപ്പർ ആണെങ്കിൽ ഇപ്പൊ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അവന്റെ കൊട്ടയിൽ കളക്ട് ചെയ്ത് അതുമായിട്ട് ഒരു ചെറിയ പക്ഷിക്കുഞ്ഞിന്റെ അടുത്തേക്ക് വരും. ആക്ച്വലി അതിന് കൊടുക്കാനാണ് ആ ഫുഡ് മുഴുവൻ. അതിന്റെ കാലിൽ കുറച്ച് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. സോ അതിന് ശുശ്രൂഷിച്ച് അതിനാവശ്യമായിട്ടുള്ള ഫുഡൊക്കെ ചോപ്പർ ഇപ്പൊ കൊടുക്കും. ആക്ച്വലി ചോപ്പറിന് ഈ ഒരു പക്ഷിക്കുഞ്ഞിനെ അതിനെ കിട്ടിയത് മറ്റെവിടുന്നും അല്ല. അവൻ ആ കാട്ടിലുള്ള ചില ഹെർബ്സ് അതൊക്കെ കണക്ട് ചെയ്ത് നടക്കുമ്പോൾ അടുത്തുണ്ടായിരുന്ന ഒരു ഗുഹയിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ചോപ്പറിന് ഒരുപാട് പേടിയാവും. ഉറപ്പായാലും അത് മനുഷ്യൻ തന്നെയാണ്. അവരുടെ കയ്യിൽ പെട്ട എന്റെ കഥ കഴിക്കുന്നു പറഞ്ഞ് ചോപ്പർ ആണെങ്കിൽ അവിടുന്ന് ഉഷാറായിട്ട് ഓടും. അങ്ങനെ ഓടുമ്പോഴായിരിക്കും ആ കുഞ്ഞി പക്ഷിക്കുഞ്ഞിനെ വഴിയിൽ വെച്ച് അവൻ കണ്ടുമുട്ടുക. അതിനാണെങ്കിലും ബോഡിയിലും അതിന്റെ കാലിലൊക്കെ ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. വേദനയിൽ അത് കരഞ്ഞുകൊണ്ടേയിരിക്കും. അതിന്റെ വീഴ്ചയും കിടപ്പൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മുകളിലുള്ള വലിയൊരു നെക്സ്റ്റിൽ നിന്നാണ് അത് താഴേക്ക് വീണതെന്ന്. പക്ഷെ അത് കുഞ്ഞി പക്ഷിക്കുഞ്ഞായതുകൊണ്ട് തന്നെ അത് പറയുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. എങ്കിലും ചോപ്പർ ആണെങ്കിൽ അതിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെ സമാധാനിപ്പിക്കും. അതിനുശേഷം അതിന് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് ഫുഡൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ അതിന്റെ ഹെൽത്ത് ഇപ്പോ ഒരുപാട് മെച്ചപ്പെട്ടു. മാത്രമല്ല അത് നല്ല രീതിയിൽ ഇപ്പൊ ഫുഡും കഴിക്കുന്നുണ്ട്. മാത്രമല്ല ആ ഒരു പക്ഷിക്കുഞ്ഞ് അത് അധികം വൈകാതെ തന്നെ പറക്കാൻ തുടങ്ങും. സോ അതിന്റെ ഹെൽപ്പ് ചോദിച്ച് റെയിലി കൊടുത്ത വിബ്രു കാർഡ് അതുപയോഗിച്ച് ആ സബോർഡിനേറ്റ് ആർക്കി പലകത്തിലേക്ക് അവിടേക്ക് പോകണമെന്നാണ് അവന്റെ ആഗ്രഹം. ചോപ്പർ ആണെങ്കിൽ ആ രംഗമൊക്കെ ഒരു സെക്കൻഡ് ഇമാജിൻ ചെയ്ത് നോക്കും. അതിനുശേഷം സന്തോഷം കൊണ്ട് അവൻ തുള്ളിച്ചാടും. ഇവിടെ പക്ഷിക്കുഞ്ഞാണെങ്കിൽ ചോപ്പറിന്റെ തുള്ളിച്ചാട്ടവും സന്തോഷവും ഒന്നും ശ്രദ്ധിക്കാതെ അതിന് കിട്ടിയ ഫുഡ് അത് കൊത്തി തിന്നോണ്ടേയിരിക്കും. ചോപ്പർ അതിനോട് പറയും, നീ എനിക്ക് പ്രോമിസ് ചെയ്തതാണ്, സോ തീർച്ചയായിട്ടും എന്നെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് നീ എത്തിക്കണം. പക്ഷെ അത് കുഞ്ഞായതുകൊണ്ട് തന്നെ ചോപ്പർ എന്താണ് പറയുന്നതെന്ന് അതിനെപ്പോഴും മനസ്സിലാവില്ല. ചോപ്പർ ആണെങ്കിൽ ഇപ്പൊ ആ ബേർഡിനെ കൊഞ്ചിക്കും. അതിന്റെ ചിറക് വെച്ച് ചെറുതായിട്ടൊരു തട്ട് തട്ടും. ആ തട്ടില് ചോപ്പർ അങ്ങനെ കറങ്ങി കറങ്ങി തെറിച്ച് ദൂരെ പോവും. ഇപ്പൊ നൈറ്റ് രണ്ടുപേരും കൂർക്കം വലിച്ച് ഉറങ്ങാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടും ഇവിടെ ചോപ്പർ ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടില്ല. എന്തൊക്കെയോ പിച്ചും പേയൊക്കെ വിളിച്ചു പറഞ്ഞ് അങ്ങനെ കിടക്കും. ചോപ്പർ ആണെങ്കിൽ സ്വപ്നമൊക്കെ കണ്ട് ഇപ്പൊ തിരിഞ്ഞ് ആ കിളിക്കുഞ്ഞിനെ കെട്ടിപ്പിടിക്കാൻ നോക്കും. അവിടെയാണെങ്കിൽ ആ കിളിക്കുഞ്ഞിനെ കാണാനില്ല. അവൻ ഒരു സെക്കൻഡ് ഷോക്കായിട്ട് ഞെട്ടി എഴുന്നേക്കും. ഓ മൈ ഗോഡ്, അതെവിടെ പോയി? അത് മനുഷ്യരുടെ കയ്യിൽ പെട്ടുപോയാ പിന്നെ അതിനെ തിരികെ കിട്ടില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ പക്ഷിക്കുഞ്ഞു പോയ ഫുട് പ്രിന്റ് വെച്ച് അതിനെ ഫോളോ ചെയ്തു പോകും. അവൻ അല്പദൂരം മുൻപോട്ടേക്ക് വരുമ്പോഴേക്കും ആ ട്രൈബൽസ് അവര് വരുന്ന ശബ്ദം അവൻ കേൾക്കും. ചോപ്പർ ശബ്ദം ഉണ്ടാക്കാതെ ഒരു മരത്തിന് പിന്നിൽ ഒളിച്ചു നിൽക്കും. അവരാണെങ്കിൽ ചോപ്പറിനെ കുറിച്ചായിരിക്കും സംസാരിക്കുക. ചോപ്പറിനെ കിട്ടിയ പൊരിച്ചു തിന്നാം, കുറച്ച് കറി വെക്കാം എന്നൊക്കെ ഡിസ്കസ് ചെയ്ത് അവരങ്ങനെ വരും. അത് കേട്ട് ചോപ്പറിന്റെ ഹാർട്ട് ബീറ്റ് അതങ്ങനെ കൂടാനായിട്ട് ആരംഭിക്കും. എത്രയും പെട്ടെന്ന് ആ പക്ഷിക്കുഞ്ഞിനെ കണ്ടുപിടിക്കണം. ഇവരുടെ കയ്യിൽ കിട്ടിയ അതിന്റെ പപ്പും പൂടയും പോലും ബാക്കി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ ആ കാട് മുഴുവൻ കയറി ഇറങ്ങാണ്. ചോപ്പർ ആണെങ്കിൽ ഉഷാറായിട്ട് ഓടി ഓടി ഇപ്പൊ എന്തിനെയോ തട്ടി തെറിച്ച് വീഴും. അവൻ തിരിഞ്ഞു നോക്കുമ്പോ തട്ടി വീണത് മറ്റൊന്നിനെയോ അല്ല, ആ പക്ഷിക്കുഞ്ഞിനെ. അവൻ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അതിന്റെ അടുത്തേക്ക് വരും. അപ്പൊ തൊട്ടടുത്തുനിന്നായിട്ട് ആ മനുഷ്യന്മാരുടെ ശബ്ദം അതവൻ കേൾക്കും. അവനുടനെ ഇപ്പൊ ആ പക്ഷിക്കുഞ്ഞിന്റെ വാ അത് പൊത്തിപ്പിടിക്കും. ശബ്ദം ഉണ്ടാക്കരുത്, മനുഷ്യര് അവരിവിടെ തൊട്ടടുത്തുണ്ട്. പക്ഷെ ആ പക്ഷിക്കുഞ്ഞിനാണെങ്കിൽ ചോപ്പർ പറഞ്ഞത് മനസ്സിലാവാതെ അതാണെങ്കിൽ കിടന്ന് കരയാനായിട്ട് ആരംഭിക്കും. ഉടനെ ശബ്ദം കേട്ട് ആ ട്രൈബ്സ് അവിടേക്ക് എത്തും. അത് കാണേണ്ട താമസം ചോപ്പർ ആണെങ്കിൽ ആ പക്ഷിക്കുഞ്ഞിനെ കൊണ്ട് ഓടുകയാണ്. അവർ രണ്ടുപേരും ഇപ്പൊ ഒരു കൂട്ടം ആൾക്കാരുടെ മുന്നിലൂടെ ജീവനും കയ്യിലേന്തി അങ്ങനെ ചാടി ഓടും. പക്ഷിക്കുഞ്ഞും ചോപ്പറും ഓടി ഓടി വലിയൊരു മലയുടെ മുകളിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് ഇനി മുൻപോട്ടേക്ക് പോകാൻ പറ്റില്ല. അവർ മുൻപോട്ടേക്ക് പോയ ആ മലയിൽ നിന്ന് താഴെ വീണ് അവർ മരിക്കും. ട്രൈബ്സ് ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തില് അവരുടെ അടുത്തേക്ക് നടന്നെടുക്കും. അപ്പോഴായിരിക്കും ഒരുപാട് ബേർഡ്സ് അവിടേക്ക് പറന്നു വരിക. അതിലൊരു ബേർഡ് പറന്നു വന്ന് ഇപ്പൊ നമ്മുടെ ചോപ്പറിനെ അവനെ തട്ടി താഴേക്കിട്ട് അതിന്റെ ആ കുഞ്ഞി പക്ഷിയെ മാത്രം അങ്ങനെ കൊത്തിയെടുക്കുകയാണ്. ചോപ്പർ ആണെങ്കിൽ അവന്റെ ബോഡി അത് ബോൾ പോലെ ആക്കി എങ്ങനെയൊക്കെയോ സേഫായി താഴെ ഇറങ്ങും. അവൻ മുകളിലേക്ക് നോക്കും. ആ ബേർഡ്സും ട്രൈബ്സും അവർ രണ്ടുപേരും ഒരിഞ്ഞ അട്ടിയിടി ബഹളം. ബേർഡ്സ് ആണെങ്കിൽ ആ കുഞ്ഞി പക്ഷിക്കുഞ്ഞുമായിട്ട് പറന്ന് ദൂരേക്ക് പോകും. ട്രൈബ്സ് വിട്ടുകൊടുക്കാതെ വലിയ അമ്പും ബുള്ളറ്റ്സ് ഒക്കെ വെച്ച് അവറ്റകളെ അറ്റാക്ക് ചെയ്യാണ്. പക്ഷേ അത് അല്പദൂരം മുൻപോട്ടേക്ക് പോയി നേരെ താഴേക്ക് ചോപ്പറിന് നേർക്ക് നല്ല ഫോഴ്സിൽ വരികയാണ്. നമ്മുടെ ചെക്കൻ നിലപിടിച്ച് അവിടുന്ന് ഓടും. അവനിപ്പോ ലൂഫിയെ വിളിച്ച് പൊട്ടിക്കരയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡ്
അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.